السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. കഴിഞ്ഞ ദിവസം നമ്മൾ 64 ആയത്ത് വരെയാണ് കഴിഞ്ഞത് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിന്റെ കണ്ടിന്യൂസ് അനുസരണക്കേട് കാരണം അവരുടെ മേലെ തൂർ പർവ്വതം പൊക്കി പിടിച്ചിട്ട് അല്ലെ അവരെ കൊണ്ട് ഒരു ഉടമ്പടി വാങ്ങിക്കുകയും അതിൽ നിന്ന് അവർ വീണ്ടും തിരിഞ്ഞു കളയുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് ഇൻഷാല്ലാ 65ഉം 66ഉം ആയത്തുകൾ കാണാം. കുറച്ചേ ഉള്ളൂ പറയാൻ, ഒരുപാട് നീട്ടുന്നില്ല. ഇന്നലെ അത്യാവശ്യം ലോങ് ആയിരുന്നല്ലോ. ഇൻഷാല്ലാ അപ്പം 65ാമത്തെ ആയത്ത് വലം വലഖദ് അലിംതുമുല്ലദീന അഅ്തദൗ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. നിങ്ങളിൽ നിന്ന് ശബ്ബത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരുക. വാക്കർത്ഥം നോക്കാം. വലഖദ് അലിംതും ലഖദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാ പ്ലസ് ഖദ് എന്ന് പറയുന്നത് നിശ്ചയമായും എന്ന് വെച്ചാൽ ഒന്ന് ഉറപ്പിക്കുന്നതാണ്. അലിംതും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അല്ലദീന യാതൊരുവർ എഴുത്തതൗ അവര് അതിര് കവിഞ്ഞവരാണ്. എഴുത്തതൗ ഐന്ദാൽ വാവ്. കഴിഞ്ഞ ദിവസം നമ്മൾ യഅ്തദൂൻ കണ്ടിരുന്നു അല്ലെ. അദൂ എന്നുള്ള വാക്ക് കണ്ടിരുന്നു, ശത്രുത അല്ലെങ്കിൽ ശത്രുതയുടെ കാരണമായിട്ട് അതിര് കവിയല്. അത് അപ്പം അതേ റൂട്ടിൽ നിന്ന് വരുന്ന വാക്ക് തന്നെയാണ് എഴുത്തതൗ. മിൻകും നിങ്ങളിൽ നിന്ന്, ഫിസ് സബത്ത് നാളിൽ. സബത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ തഫ്സീറിൽ കാണാം. ഫഖുൽന അപ്പോൾ നാം പറഞ്ഞു, ലഹും അവരോട് കൂനു നിങ്ങളായി തീരൂ, ഖിറദതൻ കുരങ്ങുകൾ, ഖാസിഈൻ നിന്ദ്യരായ. ഖാസി എന്നതിന്റെ പ്ലൂറലാണ് ഖാസിഈൻ. ഖാസി ഫാഇൽ ഫോമാറ്റ്. തഫ്സീർ നോക്കാം ഇൻഷാല്ലാ. അപ്പം ബനി ഇസ്രായേലിനെ വേറൊരു സംഭവം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അള്ളാഹ് പറയാണ്, വലഖദ് അലിംതും നിശ്ചയമായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അലിംതും ഐൻ ലാം മീം ഇൽമ അല്ലെ. ഇൽമ എന്ന് പറഞ്ഞാൽ അറിവ്, നമുക്കറിയാം. അപ്പം നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നല്ല ബോധവാന്മാരാണ്. നിങ്ങൾക്കറിയാം എന്തിനെ കുറിച്ചാണ്. അല്ലദീന യാതൊരുവർ എഅ്തദൗ മിൻകും നിങ്ങളിൽ നിന്ന് അതിര് കവിഞ്ഞവർ. അതായത് ഒരു കൂട്ടർ നിങ്ങളിൽ നിന്ന് അതിര് കവിഞ്ഞിട്ടുണ്ടായിരുന്നു. എഅ്തദൗ ഐന്ദാൽ വാവ് നമ്മൾ പറഞ്ഞു. കാനു യഅ്തദൂൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, അതിര് കവിയുന്നവർ അല്ലെ. അപ്പം അതിര് കവിയാന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒന്ന് നിരോധിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്യും. എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് വളരെ കൂളായിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ആളുകളാണ് അതിര് കവിയുന്ന ആൾക്കാർ. അപ്പം അവര് അതിര് കവിഞ്ഞു. എന്തിന്റെ കാര്യത്തിലാണ് ഇവിടെ അവര് അതിര് കവിഞ്ഞത്? ഫിസ് സബത്തി, സബത്തിനെ കുറിച്ച്. എന്താണ് സബത്ത് അല്ലെങ്കിൽ ശബത്ത് നാൾ എന്ന് പറയുന്നത്? സബത്ത് എന്ന് പറഞ്ഞാല് ശനിയാഴ്ച അല്ലെ. ഇതിന്റെ റൂട്ട് ലെറ്റേഴ്സ് സീൻ ബാത്ത, അതിൽ നിന്ന് ശനി എന്നുള്ള അർത്ഥമാണ്. ശരിക്കും സബത്ത എന്ന വാക്കിന് അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് കട്ട് ഓഫ് ചെയ്ത് കളയുക. എന്തെങ്കിലും ഒന്ന് ഒരു കാര്യത്തിൽ നിന്ന് വേറൊന്നിനെ കട്ട് ചെയ്ത് കളയുന്നതിനാണ് സബത്ത എന്ന് പറയുന്നത്. ഇവിടെ സബത്ത് എന്ന് പറയുന്നത് ബനി ഇസ്രായേലിന്റെ അവരുടെ ഇബാദത്തിന്റെ ദിവസമാണ് ശനിയാഴ്ച. നമുക്ക് വെള്ളിയാഴ്ചയുള്ള പോലെ, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയുള്ളത് പോലെ ബനി ഇസ്രായേലിന് ജൂതന്മാർക്ക് കൊടുത്തിട്ടുള്ളത് ശനിയാഴ്ചയായിരുന്നു. അവരുടെ ഈ ശനിയാഴ്ചയുടെ പ്രത്യേകത എന്ന് വെച്ചാല് അവര് ആ ഒരു ശനിയാഴ്ച അവർക്ക് ഐഹികമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ലായിരുന്നു. ജോലിക്ക് പോവാനോ ഐഹികമായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ ബിസിനസ് ചെയ്യാനോ ലാഭം ഉണ്ടാക്കാനോ വേറെ എന്തെങ്കിലും ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് അനുവാദം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് സബത്ത് എന്ന് പറഞ്ഞത്. സബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒന്നിനെ കട്ട് ഓഫ് ചെയ്ത് കളയാം. അപ്പൊ അവര് ദുനിയാവിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് കളയുന്ന, കംപ്ലീറ്റ് ആയിട്ട് ദുനിയാവിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് കളയപ്പെടുന്ന ഒരു ദിവസമായിരുന്നു അവരുടെ സബത്ത്. ബനി ഇസ്രായേലില് ഇപ്പോഴും ഈ സബത്ത് ജൂതന്മാരുടെ ഇടയിൽ അവർ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ അവർക്ക് വേറൊന്നും ചെയ്യാൻ പാടില്ല. നമുക്കറിയാം വെള്ളിയാഴ്ച
നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് അവർക്ക് നിർബന്ധമാണ് പള്ളികളിൽ പോവുക, അല്ലെ? ആ സമയത്ത് അവർ ബിസിനസ്സൊക്കെ നിർത്തി വെക്കണം, ജുമാ അറ്റൻഡ് ചെയ്യുക, ഖുതുബ കേൾക്കുക, നമസ്കരിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫ്രീ ആണ്, അല്ലെ? അത് കഴിഞ്ഞാൽ അവർക്ക് പഴയതുപോലെ ബിസിനസ് ചെയ്യും, അവർ ചെയ്യുന്ന ജോലികൾ ചെയ്തുകൊണ്ടേ ചെയ്യാം. നമുക്കതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്. ഭയങ്കര സ്ട്രിക്റ്റ് അല്ല, എന്നാൽ തീരെ സ്ട്രിക്റ്റ് അല്ലാതെയും അല്ല. പക്ഷെ ബനി ഇസ്രായേലിന്, ജൂതന്മാർക്ക് അവരുടെ ഫുൾ സാറ്റർഡേ, ശനിയാഴ്ച മൊത്തത്തില് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ മാത്രമേ പാടുള്ളായിരുന്നു. ഐഹികമായിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അവർക്കിത് ഇത്രയും സ്ട്രിക്റ്റ് ആക്കിയിട്ട് കൊടുത്തത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. കാരണം നമുക്ക് കാണുന്നുണ്ടല്ലോ, നമുക്ക് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചന്റെ രാവിലെ പകൽ സമയം ശരിക്കും ജുമാക്ക് വേണ്ടി ഒരുങ്ങാനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ജുമാ അറ്റൻഡ് ചെയ്യാം, പിന്നെ നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അതിനപ്പുറം നമുക്ക് ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നൊന്നും വിലക്കില്ല. പക്ഷെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കര ഡിഫിക്കൽട്ട് ആക്കിയിട്ട് ഭയങ്കര പ്രയാസപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഇത് മാത്രം ചെയ്താൽ മതി. എന്തുകൊണ്ടാണ്? ഇത് അവരവരുടെ മേലെ തന്നെ വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? അവരുടെ അനുസരണക്കേട് കാരണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള അവരുടെ അനുസരണക്കേട് കാരണം. അതായത് ഒരാള് ഏറ്റവും കൂടുതൽ, അതായത് ഒരു കുട്ടി ആവട്ടെ, കൂടുതൽ കൂടുതൽ അനുസരണക്കേട് കാണിക്കുമ്പോൾ, കൂടുതൽ കൂടുതൽ നിഷേധം കാണിക്കുമ്പോൾ, നമ്മൾ അവന്റെ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ സ്ട്രിക്റ്റ് ആവാൻ ശ്രമിക്കും, അല്ലെ? അപ്പം ഈ ഒരു കൗമ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. ഒരു ഒരു വിദ്യാർത്ഥി മൂപ്പരുടെ അടുത്ത് ഹോംവർക്ക് ചെയ്യാൻ പറയും ടീച്ചർ, ചെയ്യാതെ വരും. പിറ്റേ ദിവസം വീണ്ടും പറയും ചെയ്യൂല, പിറ്റേ ദിവസം വീണ്ടും പറയും ചെയ്യൂല. നീ ടേബിൾസ് പഠിച്ചു വരാ, ലോഗരിതം ടേബിൾ പഠിച്ചു പോവാ, അത് പഠിച്ചു പോവാ, ഇത് പഠിച്ചു പോവാ എന്നൊക്കെ പറയും, ഒന്നും ചെയ്യൂല. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും, നാളെ അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യൂല. അവസാനം ടീച്ചർ പറയും, ഒരു കാര്യം ചെയ്യ്, നീ വെള്ളിയാഴ്ച ഇവിടെ നിന്നോ, എല്ലാം ചെയ്ത് തീർത്തിട്ട് പോയാൽ മതി, എല്ലാ ഹോംവർക്കും ചെയ്തിട്ട് നീ വീട്ടിൽ പോയാൽ മതി, വെള്ളിയാഴ്ച നിനക്ക് പണിഷ്മെന്റ് ആണ്, അല്ലെ? ഇവിടെ ടീച്ചർ സ്ട്രിക്റ്റ് ആവുകയാണ്, അല്ലെ? സ്ട്രിക്റ്റ് ആവുകയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ കുട്ടി അനുസരണക്കേട് കാണിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് എളുപ്പത്തിന് വേണ്ടി, അല്ലെ, തടഞ്ഞു നിർത്തിയിട്ട് ഇത് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ കുട്ടീനെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ടീച്ചർ. കാരണം ഒന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ദാ നിനക്കൊരു സമയം ഒരു സ്ഥലവും തരാം, നീ അവിടെ ഇരുന്നിട്ട് അത് ചെയ്തിട്ട് പോയാൽ മതി, എന്നിട്ട് നീ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പം ഇതേപോലെ അവരുടെ ഇബാദത്തുകളൊക്കെ ഇങ്ങനെ ഇളകി മറിഞ്ഞു തുടങ്ങി, ചെയ്യാൻ സീരിയസ് ആയി എടുക്കാതെ തുടങ്ങി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ചെയ്യല് നിർബന്ധമാക്കലേ നിങ്ങളുടെ മേല് രക്ഷയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇരിക്കുക, പണിയെടുക്കുക. ഈ ഒരു ദിവസം മുഴുവനും നിങ്ങൾ ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾ ഇബാദത്തില് ശ്രദ്ധിക്കുക, നിങ്ങൾ ദുആ ചെയ്യുക, നിങ്ങളുടെ എന്താണോ അവർക്ക് കൊടുത്തിട്ടുള്ള ഇബാദത്തുകൾ അത് ചെയ്യുക. നിങ്ങൾ ഷോപ്പുകളിൽ പോകണ്ട, മാർക്കറ്റിൽ പോകണ്ട, സ്കൂളിൽ പോകണ്ട, പഠിക്കണ്ട, ദുനിയാവിന് നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഫുൾ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? ഇബാദത്തിൽ നിൽക്കുക. പക്ഷെ അവരെന്താ ചെയ്തത്? അവിടെയും എന്താ പറഞ്ഞു? അതിര് ലംഘിച്ചു, അല്ലെ? അതിര് കവിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്, നിഷേധം, അനുസരണക്കേട് കാണിച്ചു. അവരുടെ ഇതുവരെയുള്ള ഒരു രീതിയും അത് തന്നെയായിരുന്നു, അല്ലെ? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് കൊടുത്തു, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റൂല. അല്ലാഹു അവർക്ക് അതിന്റെ പേരിൽ ഒരു ശിക്ഷ ഇറക്കി, അവർക്ക് വീണ്ടും അവസരം കൊടുത്തു. വീണ്ടും അവർ അനുസരണക്കേട് കാണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേലെ പൊക്കി കാണിച്ചു, നിങ്ങൾ അനുസരിക്കുക, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അവര് ആക്സെപ്റ്റ് ചെയ്തു. വീണ്ടും അവര് തിരിഞ്ഞു. അപ്പം അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൊടുത്തു, നിങ്ങൾ ഈ ശനിയാഴ്ച ഇത് മാത്രം ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും ചെയ്താൽ അത് നിങ്ങളുടെ മേലൊരു പാപം ആയിരിക്കും, അത് ഹറാം ആയിരിക്കും, നിങ്ങൾ ഐഹികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടത്. അങ്ങനെ അവര് തന്നെ അവരുടെ മേൽ കൊണ്ടുവന്ന ഒരു സ്ട്രിക്ട്നെസ് ആണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദീനാകത്തെ പ്രകാരം സ്ട്രിക്റ്റ് ആക്കുന്നതിന് കാരണം അവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. അപ്പം എന്താ ശബത്ത് നാളിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ജൂതന്മാരുടെ ഒരു കമ്മ്യൂണിറ്റി, കടലിന്റെ ഒരു സമുദായം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ കടൽക്കരയിൽ ജീവിച്ചിരുന്ന, അതായത് മീൻപിടുത്തക്കാരായിട്ടുള്ള തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവർ മീൻ പിടിക്കുന്ന ആളുകളാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച എന്ന് പറയുമ്പം അവരുടെ ആ ജോലി, അല്ലെ, അവരുടെ ജോലി അവർ ചെയ്യാൻ പാടില്ല. കാരണം ഇബാദത്ത് മാത്രം ചെയ്യാനുള്ള ദിവസമാണ് ശനിയാഴ്ച. അപ്പൊ നിങ്ങൾക്ക് ഫിഷിംഗ് ചെയ്യാൻ ഒരു വകുപ്പുമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കാനായിട്ട് ശനിയാഴ്ചയാണെങ്കിൽ ഒരുപാട് മീന് ചാകര പോലെ ഉണ്ടാവുകയും ചെയ്യും കരയില്. അപ്പം അവര് എന്താ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് മീൻപിടുത്തക്കാരല്ലേ, ആ ഒരു ദിവസം പ്രത്യേകിച്ച് അധികം മീൻ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റൂല, അല്ലെ? അവർക്കത് പിടിച്ചേ മതിയാവും, ലാഭം ഉണ്ടാക്കിയേ മതിയാവും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അത് പിടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വെള്ളിയാഴ്ച മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് തിന്മയായി. അപ്പൊ അവർക്ക് അനുസരണക്കേട് കാണിക്കണോന്ന് ചോദിച്ചാൽ അത് വേണ്ടതാനും. എന്നാ ആ ചാൻസ് മിസ്സാക്കുകയും വേണ്ട, അല്ലെ? അപ്പൊ അവരെന്താ ചെയ്തത്? അവര് അതിന് ലംഘിച്ചു. അതിനെക്കുറിച്ച് ഖുർആനിൽ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ പ്രതിപാദ്യം ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കാം. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവർ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു നെറ്റ് ഇട്ടിട്ട് പോവും.
ആ നെറ്റിൽ സ്വാഭാവികമായും മീൻ കുടുങ്ങുമല്ലോ. എന്നിട്ട് ഞായറാഴ്ച അത് എടുക്കും. വെള്ളിയാഴ്ച നെറ്റ് ഇട്ടിട്ട് ഞായറാഴ്ച എടുക്കും. ശനിയാഴ്ച അതിനകത്ത് മീനൊക്കെ കിട്ടുമല്ലോ അല്ലെ. അപ്പം എന്തായി എന്താണ് അവര് ഫിഷ് ചെയ്യുന്നുണ്ടോ, മീൻ പിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ആക്ച്വലി അവര് ഫിഷിംഗ് നടത്തുന്നുണ്ട്. ഒരു ട്രിക്കായിരുന്നു അവരുടെ, ഒരു ചതി. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളെ കൊണ്ട് അവര് കളിച്ചു. അവര് അള്ളാഹിനെ കുറച്ച് മൊയന്താക്കി ശ്രമിക്കുക. അവര് സ്മാർട്ടായിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി ശ്രമിച്ചു. അള്ളാഹുവിന്റെ ശബത്തിന്റെ റൂൾ അവർ തെറ്റിച്ചുമില്ല, എന്നാൽ അവർക്ക് മീൻ കിട്ടുകയും ചെയ്യുന്നു, അവർക്ക് ലാഭം കിട്ടുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇതെന്തായിരുന്നു? അവര് ഐഹികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ലാഭം ഉണ്ടാക്കുന്ന പരിപാടി, അല്ലെ, ഐഹികമായിട്ട് എന്തെങ്കിലും ഒരു ഗെയിൻ, ഒരു ഗുണം, പ്രയോജനം കിട്ടുന്ന ഒന്നും അവര് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉറപ്പായിട്ട് അവര് ചെയ്തത് അള്ളാഹുവിന്റെ അതിര് ലംഘിച്ചത് തന്നെയാണ്, അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, നിങ്ങൾക്ക് അറിയാം ശബ്ദത്തിന്റെ കാര്യത്തില് അതിര് ലംഘിച്ച ആൾക്കാരുടെ കാര്യം, അല്ലെ. ബനീ ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പറഞ്ഞു, ഫഖുൽനാ ലഹും, നാം അവരോട് പറഞ്ഞു, കൂനു, നിങ്ങൾ ആയിത്തീരട്ടെ, എന്ത്, ഖിറദതൻ, എന്ത്, കുരങ്ങന്മാര്, ഖാസിഈൻ എന്ന് പറഞ്ഞാല് നിന്ദ്യരായിട്ടുള്ളത്. ഖിറദതൻ അല്ലെ, ഖിറദ എന്ന് പറയുന്നത് ഖിർദിന്റെ പ്ലൂറലാണ്. ഖാസിഈൻ എന്ന് പറഞ്ഞാല് ഖാസിന്റെ. ഓക്കെ, ഹാസീൻ ഹംസ ആണ് ഹാസി. ഹാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹസാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും നമ്മൾ ആട്ടി ഓടിക്കില്ലേ, അതിനാണ് ഹസാ എന്ന് പറയുന്നത്. ആര് വെറുക്കപ്പെട്ട ആരെങ്കിലും, ഒരു ബഹുമാനവും ഒരു ആദരവും ഒരു വാല്യൂവും ഇല്ലാത്തതിനെയാണ്, അല്ലെ, നമ്മൾ ഇല്ലാത്തവയാണ്, ഇല്ലാത്ത മനുഷ്യന്മാരെയാണ് നമ്മൾ ആട്ടി ഓടിക്കുക. അപ്പൊ അത്തരത്തിലുള്ള കുരങ്ങന്മാരായിട്ട് അവര് മാറി. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും കൊണ്ട് കളിച്ചോ, അള്ളാഹുവിനെ ചതിക്കാൻ നിങ്ങൾ ശ്രമിച്ചോ, നിങ്ങൾ എന്താവാ, നിന്ദ്യരായ കുരങ്ങന്മാരായിട്ട് മാറട്ടെ. അവര് ശരിക്കും കുരങ്ങന്മാരായിട്ട് മാറുക തന്നെ ചെയ്തു. അവരുടെ ശരീരം കുരങ്ങന്മാരുടേത് പോലെയായി. പക്ഷെ പറയപ്പെടുന്നത് അവരുടെ മനസ്സ് മനുഷ്യരുടേത് പോലെ ആയിരുന്നു. അവർക്ക് അറിയായിരുന്നു അവരാരാണെന്ന്, എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവരുടെ ഉള്ളില് അവർ അത് ചിന്തിച്ച് കരയുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ കുരങ്ങന്മാരെ പോലെ അവർ 3 ദിവസം നിലനിന്ന് അതിനുശേഷം അവര് മരിച്ചുപോയി. അടുത്ത ആയത്ത്, فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. അങ്ങനെ നാം അതിനെ, അതായത് ആ ശിക്ഷയെ, അക്കാലത്തും പിൽക്കാലത്തുമുള്ളവർക്ക് ഒരു ഗുണപാഠവും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു തത്വോപദേശവുമാക്കി മാറ്റി. വാക്കർത്ഥം നോക്കാം. വജഅൽനാഹ, അങ്ങനെ അതിനെ നാം ആക്കി. അതായത് ഈ ഒരു സംഭവത്തിന്, അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കുരങ്ങന്മാരാക്കി മാറ്റിയ സംഭവത്തിന് നകാലൻ എന്ന് വെച്ചാല് ഒരു ശിക്ഷ, എന്നാൽ മാതൃകാപരമായ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തോ പാഠം ഉൾക്കൊള്ളാനുള്ള രീതിയിലുള്ള ശിക്ഷയാണ് നകാലൻ. കൂടുതൽ നമുക്ക് വിശദീകരണത്തിൽ കാണാം. ലിമാ ബൈന യദേഹ, അവരുടെ മുമ്പിലുള്ളത് എന്തോ അതും ഇതൊക്കെ നമുക്ക് കൂടുതൽ വിശദീകരണം കാണാം ഇൻഷാ അല്ലാഹ്. വമാ ഖൽഫഹ, അവരുടെ പിന്നിലുള്ളതിനും. വമൗഇദതൻ, മൗഇദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപദേശം, വാ ഐൻ ദോദ്, ഓക്കെ, ഒരു സതുപദേശം. ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്. തഫ്സീർ നോക്കാം. അപ്പം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത പണിഷ്മെന്റ് എന്ന് പറയുന്നത് അവരെ കുരങ്ങന്മാരാക്കി മാറ്റണം, അല്ലെ. അതികഠിനമായ ഒരു പരീക്ഷണമായിരുന്നു, ശിക്ഷയായിരുന്നു. അള്ളാഹു പറയാണ്, ഫജഅൽനാഹ, ജഅൽന ജീം ഐൻ ലാം, ജഅല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആക്കുക എന്നർത്ഥം. അപ്പോൾ നാം ആക്കി നഖാലൻ, ഒരു എന്താണ്, മാതൃകാപരമായ ശിക്ഷ, പണിഷ്മെന്റ്. നഖാലൻ എന്ന് പറയുന്നത് റൂട്ട് നൂൻ കാഫ് ലാം, ഓക്കെ, നൂൻ കാഫ് ലാം. നഖ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴുത്തിന് പട്ടയിടൂലേ, കഴുത്തിനുള്ള പട്ട അല്ലെങ്കിൽ കൈവെലങ്ങ്, അതിനൊക്കെയാണ് നക്കല് എന്ന് പറയുന്നത്. നക്കാൽ എന്നുള്ള വാക്ക് ഒരു മാതൃകാപരമായ ശിക്ഷ, പണിഷ്മെന്റ്. ഓക്കെ, ഒരു വളരെ കഠിനമായ പണിഷ്മെന്റ്, അതേസമയം അത് എന്താണ്, വാണിംഗ് കൊടുക്കുന്ന മറ്റുള്ളവർക്ക്, അതായത് ശിക്ഷ അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല കാണുന്നവർക്ക് വാണിംഗ് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റും കൂടെയാണ് നക്കാൽ. അതേസമയം ശിക്ഷ അനുഭവിക്കുന്ന ആളെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു പണിഷ്മെന്റ് ആണ്, അല്ലെ. നമുക്കറിയാം, നായ്ക്ക് പട്ട കെട്ടി കഴിഞ്ഞാൽ അതിന് നമ്മള് വലിക്കുന്ന ആ ഒരു ഇതിനകത്ത് കിടന്നേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് കൈവലങ്ങ് വെക്കുമ്പോഴും അങ്ങനെ തന്നെ, അല്ലെ.
ആ ചെയ്തുകൊണ്ടിരുന്ന തെറ്റിന് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പണിഷ്മെന്റ് ആണ് നെക്കാലൻ. ശിക്ഷ അനുഭവിക്കുന്ന ആൾക്ക് റെസ്ട്രിക്ഷനും കാണുന്ന ആൾക്ക് അതൊരു മാതൃകയുമായിട്ടുള്ള രീതിയിലുള്ള പണിഷ്മെന്റിന് ഒരുപാട് വാക്കുകൾ ഖുർആനിലുണ്ട്. നെക്കാലൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ 2 കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പം അവരെ ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് കളയുന്ന പണിഷ്മെന്റ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു, പട്ടിയുടെ കഴുത്തിൽ പട്ട ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവോ, അത് അതിനെ റെസ്ട്രിക്ട് ചെയ്യും. കയ്യിൽ വിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ ആൾ അത് റെസ്ട്രിക്ട് ചെയ്യും. പിന്നെ അവർ ആ ചെയ്യുന്ന കാര്യം, ആ ചെയ്യുന്ന തെറ്റ് അവരെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് പിന്നെ ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ജാൽനാഹ നക്കാലൻ, അപ്പോൾ നാം അതിനെ ആക്കി എന്ത്, ഒരു പണിഷ്മെന്റ്, ഒരു മാതൃകാപരമായ പണിഷ്മെന്റ് മറ്റുള്ളവർക്കും. ഓക്കെ, ആർക്കൊക്കെയാണ്? ലിമാ ബൈന യദൈഹ, അവരുടെ മുമ്പിലുള്ളതിനും, വമാ ഖൽഫഹ, പിന്നിലുള്ളതിനും. സുബ്ഹാനല്ലാഹ്. അപ്പം ലിമാ ബൈന യദൈഹ, യദൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യദുൻ എന്ന് പറയുന്ന കൈയിന്റെ ഡ്യുവൽ ഫോം, ഒക്കെ 2 എന്നുള്ള അർത്ഥം വരുന്ന ഫോമാണ് യദൈ. അപ്പം അവരുടെ 2 ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ, അപ്പം അവരുടെ 2 കൈയിന്റെ ഇടയിലുമുള്ളത്. ഇത് ആക്ച്വലി അറബിയില് ഒരു യൂസേജ് അല്ലെങ്കിൽ ഒരു ഇഡിയം എന്ന് പറയും. അതായത് എന്താ പറയാ, 2 കൈയുടെ ഇടയിൽ എന്ന് പറയുന്നത് ഒരാളുടെ മുമ്പിലുള്ള കാര്യമാണ് അല്ലെ. അയാളുടെ 2 കൈന്റെ ഇടയിലുള്ളത് അയാളുടെ മുമ്പിലുള്ള കാര്യമാണ്, വേറെ അപ്പുറത്തും ഇപ്പുറത്തും പിന്നിലും ഒന്നും ഉള്ളതല്ല. അപ്പം മുന്നിൽ അല്ലെങ്കിൽ അമാമ എന്ന് പറയുന്നതിന് പകരം അറബിയിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ബൈന യദൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവരുടെ 2 കൈന്റെ ഇടയിൽ നിന്നുള്ളതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ മുൻപിലുള്ളതിന്. പിന്നെ അത് എന്താണ്, ആ ഒരു പണിഷ്മെന്റ് ആ പട്ടണത്തിൽ അല്ലെങ്കിൽ ഇത് ഏത് വില്ലേജിലാണോ, ഗ്രാമത്തിലാണോ, പട്ടണത്തിലാണോ അത് കൊടുത്തത്, അവിടെയുള്ള ആളുകൾക്ക് എന്നുള്ള ഒരു അർത്ഥമുണ്ട്. ഒമാ ഖൽഫഹ, ഖൽഫഹ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ളതും. അപ്പം ഈ ഒരു പട്ടണത്തിലും അതിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്കും ഉള്ള ഒരു എന്തായിരുന്നു, മാതൃകാപരമായ ഒരു പണിഷ്മെന്റ് ആയിരുന്നു ഇത്. ചുറ്റുപാടുമുള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ എടുക്കുന്ന ഒരു ഗ്രാമമാണെങ്കിൽ ആ ഗ്രാമത്തിന്റെ നോർത്തിലും സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും ഒക്കെ ഉള്ള ആളുകൾക്ക്, അതേസമയം ആ ഗ്രാമത്തിലുള്ള ആൾക്കാർക്കും കൂടെ ഒരു ശിക്ഷയായിരുന്നു, അല്ലെങ്കിൽ അവർക്കുള്ള പാഠമായിട്ടുള്ള ഒരു ശിക്ഷയായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. ഓക്കെ, ലിമാ ബൈന യദേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാലത്തെ ആളുകൾക്ക്. ഇപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ആ ഒരു പട്ടണത്തിലുള്ളതും അതിന്റെ ചുറ്റുപാടുമുള്ള പട്ടണത്തിലുള്ള ആൾക്കാർക്കുമുള്ള ശിക്ഷയാണെന്ന്. വേറൊരു എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കും, അതായത് ശബ്ദത്തിന്റെ സമയത്ത് ആ സമയത്ത് ജീവിച്ചിരുന്ന ആൾക്കാർക്കും, അമാ ഖൽഫഹ എന്ന് പറയുമ്പോൾ അവർക്ക് ശേഷം വന്ന ആൾക്കാർക്കും. അപ്പം ആ പട്ടണത്തിലും അതിന് ചുറ്റുപാടുമുള്ള പട്ടണത്തിലും ഉള്ള ആളുകൾക്ക് ഗുണപാഠമായിട്ടുള്ള ശിക്ഷയാണെന്നും പറയാം. ആ കാലത്തിലും അതിന് ശേഷം ഉള്ള എല്ലാ കാലത്തേക്കും ഉള്ള ഗുണപാഠമായിട്ടുള്ള ശിക്ഷയാണെന്നും പറയാം. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഒരു ശിക്ഷയായിരുന്നു അവരെ കുരങ്ങനാക്കി മാറ്റിയത്. പക്ഷെ എന്നിരുന്നാലും അത് എന്താണ്, മൗഇദതൻ ലിൽ മുത്തഖീൻ, അത് എന്താണ്, തഖ്വയുള്ളവർക്ക് ഒരു സതുപദേശം ആയിരുന്നു. മൗഇദ എന്ന് പറഞ്ഞാല് വാവ് ഐൻ ദോദ്, വാദ് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മൾ മലയാളത്തിൽ വാദ് കേൾക്കാൻ പോവാറുണ്ട്. പണ്ടൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വാക്കായിരുന്നു വാദ്. ഇപ്പൊ അങ്ങനെ ആൾക്കാർ ആ വാക്ക് ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു. അപ്പൊ വാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം ഒരു ആളുടെ ഹൃദയത്തിന് സോഫ്റ്റ് ആക്കുന്ന രീതിയിലുള്ള ഉപദേശം. ഹൃദയത്തിന് സോഫ്റ്റ് ആക്കുന്ന രീതിയിലുള്ള ഉപദേശം എന്ന് പറഞ്ഞാല് ഹാർഡായ ഹൃദയത്തിലേക്ക് ഒരു ഉപദേശവും കയറൂല അല്ലെ. അതുകൊണ്ട് ആ ഹൃദയത്തിന് ഒരു ചേഞ്ചും വരില്ല. ഹൃദയത്തിന് സോഫ്റ്റ് ആക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ അത് ഹൃദയത്തിന് തട്ടുകയും ചെയ്യും, ആ ഹൃദയത്തിന് ചേഞ്ച് വരികയും ചെയ്യും അല്ലെ. സോഫ്റ്റ് ആയതിനെ നമുക്കൊന്ന് അമർത്താൻ പറ്റുള്ളൂ അല്ലെ. ഹാർഡ് ആയതിനെ നമുക്ക് അമർത്താനും അതിന്റെ ഷേപ്പ് മാറ്റാനും ഒന്നും പറ്റില്ല. അപ്പൊ ഹൃദയത്തിന് സോഫ്റ്റ് ആക്കുന്ന രീതിയിലുള്ള ഉപദേശത്തിനാണ് വാദ് എന്ന് പറയുന്നത്. അത് ശരിക്കും ആ ഒരു വ്യക്തിനെ, ആ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിനെ അത് ശരിക്കും ഇഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതിന്റെ റിസൾട്ട് ആയിട്ട് ആ വ്യക്തി മാറുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു ഉപദേശമാണ് വാദ്. ഓക്കെ, ആരെങ്കിലും നമ്മളെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ഓർഡർ ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നവരുണ്ടാവാം, എന്നാലും അത് അത്രയും ഇഫക്റ്റീവ് ആവില്ല അല്ലെ. നമ്മൾ കേൾക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് മറന്നു പോകും, അത് വിട്ടേക്കും. എന്നാൽ നമ്മളെ ഹൃദയത്തിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെപ്പോഴും ഓർത്തു വെക്കും അല്ലെ. ഓർത്തു വെക്കുമെന്ന് മാത്രമല്ല, അത് കാരണം ഒരു ചേഞ്ച് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അതിന് ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും.
അപ്പം അതാണ് മൗഇദ, ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഉപദേശം. ഒരാളുടെ ഹൃദയത്തിലും അയാളുടെ ആക്ഷൻസിലും ചേഞ്ചസ് വരുത്തുന്ന രീതിയിലുള്ള ഒരു ഉപദേശമാണ് മൗഇദ. അപ്പം എങ്ങനെയാണ് ഒരു മൗഇദ കൊടുക്കുന്നത് ഒരാൾക്ക്, ഒരു വഅദ് കൊടുക്കുന്നത് ഒരാൾക്ക്? മൗഇദ എന്ന് പറയുന്നത് മറ്റു ഉപദേശങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അത് വ്യത്യസ്തമായിരിക്കുന്നത്? ശരിക്കും മൗഇദക്ക് 2 പാർട്സ് ഉണ്ടെന്നാ പറയുന്നത്. ഒന്ന് ഒന്ന് അത്തർഹീബ്, തർഹീബ്, രണ്ടാമത്തേത് അത്തർഗീബ്. ഇത് രണ്ടും ചേർന്നതാണ് മൗഇദ എന്ന് പറയപ്പെടുന്നത്. തർഹീബ് എന്ന് പറയുന്നത് നമ്മൾ റഹ്ബ് എന്നുള്ള ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഭയം. അപ്പൊ തർഹീബ് എന്ന് പറയുന്നത് ഭയം ജനിപ്പിക്കുന്ന എന്തോ ഒന്ന്. പിന്നെ രണ്ടാമത്തെ പാട്ട് അത്തർഗീബ്. തർഗീബ് എന്ന് പറയുന്നത് റഹബ് എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. റഹബ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യത്തിന് അത്യധികമായിട്ട് ആഗ്രഹിക്കുക, അത്യധികമായിട്ട് അതിനു വേണ്ടി പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ഹോപ്പ് ചെയ്യുക, അത് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുക, അങ്ങനെയുള്ള കാര്യത്തിനാണ് റഗബ് എന്ന് പറയുന്നത്. അപ്പം അത്തർഹീബും തർഹീബും, തർഹീബ് എന്ന് പറഞ്ഞാല് ഭയം ജനിപ്പിക്കുന്നത്, തർഹീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, എൻകറേജ്മെന്റ് കൊടുക്കുന്നത്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം ജനിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ആരെങ്കിലും ഒരാള് ഈ രീതിയിൽ നമ്മളെ ഉപദേശിക്കുകയാണെങ്കിൽ, വാൺ ചെയ്യുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം പ്രതീക്ഷ നൽകുന്നുണ്ട്. ഓക്കെ, ഇത് ചെയ്യാം അല്ലെ, ചെയ്താൽ മാറ്റം വരും, ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലുള്ള ഉപദേശം കിട്ടുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കും. ഓക്കെ, നമ്മളിപ്പം ആരുടെ അടുത്തെങ്കിലും, പ്രത്യേകിച്ച് നമ്മളെ മക്കളുടെ അടുത്തൊക്കെ പറയാ, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ അത് എന്താ, അല്ലെങ്കിൽ നീ ഇത് ചെയ്യുന്നില്ല, നീ ഹറാമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ ഇന്ന കാര്യം നിർബന്ധമായിട്ട് അത് ചെയ്യുന്നില്ല, നിന്റെ കാര്യം പോക്ക, നീ ഇനി നരകത്തിലാണ് എന്റെ അവസാനം, എനിക്കിനി ഒരു രക്ഷയില്ല, എനിക്കിനി ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാച്ചുറലി ആളുകൾക്ക് അതിനെ സ്വീകരിക്കാൻ ഒരു മടിയുണ്ടാവും അല്ലെ. എന്നാല് നമ്മൾ വേറെ തിരിച്ചു പറഞ്ഞു കൊടുക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു ഭയങ്കര ലവിങ് ആണ്, അതെല്ലാം പുറത്തു തരും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ ദീൻ ഭയങ്കര ഭംഗിയുള്ളതാണ്, ദീൻ ഇങ്ങനെ അങ്ങനെ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുമ്പോൾ ആളുകൾക്ക് അത് കേൾക്കാൻ നല്ല ഇഷ്ടമല്ലേ, നല്ലപോലെ എൻജോയ് ചെയ്യും, അവരെ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ചേഞ്ച് ആവില്ല. അവര് വിചാരിക്കാൻ ഇനി കുറച്ചും കൂടെ സമയം ഉണ്ടല്ലോ അല്ലെ, അള്ളാഹു ഭയങ്കര സ്വീറ്റ് ആണല്ലോ, അള്ളാഹു എന്റെ എല്ലാം പുറത്തു തരുമല്ലോ. അപ്പം ആദ്യത്തത് മാത്രമായാലും അല്ലെ, ഭയപ്പെടുത്തൽ മാത്രമാകുമ്പോൾ ആളുകൾക്ക് അതിനോട് ഒരു റിപ്പൽഷൻ വരും, അത് സ്വീകരിക്കാൻ ഇത്തിരി ഒരു മടി വരും. രണ്ടാമത്തത് മാത്രമാകുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും, പക്ഷെ മാറ്റം ഒന്നും വരൂല. അപ്പൊ ഇതാന്ന് പറഞ്ഞാല് അതിനകത്ത് തർഹീബും വേണം, തർഗീബും വേണം. അപ്പം ഈ ഒരു പ്രശ്നം, ഈ ഒരു പണിഷ്മെന്റ്, ശിക്ഷ ആർക്കാണ് ഇതായത്? ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായിട്ടുള്ളവർക്ക് അതൊരു മൗഇദ ആയിരുന്നു. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു പണിഷ്മെന്റ് അല്ലെ, ഒരു മാതൃകായോഗ്യമായ ഒരു പണിഷ്മെന്റ് തന്നെ ആയിരുന്നു. അവര് ഭയങ്കരമാണല്ലേ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആയിപ്പോയി, വല്ലാത്തൊരു പണിഷ്മെന്റ് ആയിപ്പോയി എന്ന് അവരെ ഒന്ന് പേടിപ്പിക്കും, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ, ശിക്ഷ മാതൃകയായിട്ട് അവരുടെ മുമ്പിൽ കാണും എന്നതിനപ്പുറം അവരുടെ ഹൃദയത്തില് ഒരു ചേഞ്ചും വരൂല, അവരുടെ പെരുമാറ്റത്തിലും കാര്യങ്ങളിലും ഒരു ചേഞ്ചും വരില്ല. പക്ഷെ മുത്തഖീങ്ങൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ എന്തായി? അതൊരു മൗഇദയായി. തഖ്വയുള്ള ആളുകൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ ശ്രമിച്ചു. മുത്തഖീ എന്ന് പറയുന്നത് എന്താണ്? സ്വയം രക്ഷിക്കാൻ വേണ്ടി അല്ലെ, വിഖായ നമ്മൾ പഠിച്ചിരുന്നു. സ്വയം ഷീൽഡ് ഉണ്ടാക്കുകയാണ് വിഖായ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വയം ഷീൽഡ് ചെയ്യുന്നവരാണ് തഖ്വയുള്ളവര്. അപ്പം അവർക്ക് അതിനു വേണ്ടിയിട്ട് അവർക്ക് എന്ത് കേട്ട് കഴിഞ്ഞാലും അവർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ആരാണ് അതിനെ ഒരു ഇതായിട്ട് എടുക്കുന്നത്? ഇത്തരത്തിലുള്ള ഉപദേശത്തിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്നത്? ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കുന്നത് ആരാ? മുത്തഖീങ്ങള്. ശരിക്കും അവര് സ്വയം സംരക്ഷിക്കണം എന്ന് നിർബന്ധമുള്ള ആളുകൾ മാത്രമേ എന്താണ് സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം നിർബന്ധമുള്ള ആൾക്കാർ മാത്രമേ അതൊരു ഇതായിട്ട് എടുക്കുകയുള്ളൂ. അവരുടെ ഹൃദയം അത് കാരണം സോഫ്റ്റ് ആവും, ചേഞ്ച് ആവും, അവരുടെ പ്രവൃത്തികൾ ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ഒരു ആയത്തിന്റെ തഫ്സീറിലുള്ളത്. നമുക്ക് ലെസൺസിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ജൂതന്മാരുടെ അടുത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അല്ലെ, ഖുർആനിലൂടെയാണല്ലോ പറയുന്നത്. അപ്പം അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്ന് ശാസിക്കുകയാണ്, ഓർമ്മപ്പെടുത്താണ്. വലഖദ് അലിംതും, നിങ്ങൾക്ക് അറിയാം അല്ലെ, നിങ്ങൾക്ക് ശരിക്കും അറിയാം അവർക്ക് എന്താ സംഭവിച്ചതെന്ന്. സബത്തിന്റെ കാര്യത്തില് അതിര് ലംഘിച്ച അവരുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാം.
എന്നിട്ടും നിങ്ങൾ ഒരു ലെസൺ ഉൾക്കൊള്ളുന്നില്ല അല്ലേ? നിങ്ങൾക്ക് അതൊക്കെ അറിയാം. അവരന്ന് അതിക്രമം കാണിച്ചു, അവരനുസരണക്കേട് കാണിച്ചു, എന്നിട്ട് അവർക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്നൊരു ലെസൺ എടുക്കുന്നില്ല. എന്താണ് അവരെടുക്കേണ്ട ലെസൺ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളെ വെച്ച് വളച്ചൊടിച്ച് കളിക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും ശിക്ഷയുണ്ട് അല്ലെ? അതികഠിനമായ ശിക്ഷയുണ്ട്. ആ ലെസൺ അവർ ഉൾക്കൊള്ളണമായിരുന്നു. അവർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കും. അത് ബനി ഇസ്രായേൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ജൂതന്മാരുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. അപ്പം അവരെന്താ ചെയ്യുന്നത്? ഈ ജൂതന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ജൂതന്മാർ എന്താ ചെയ്യുന്നത്? അവര് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് മനസ്സിലാക്കിയിട്ടും അല്ലെ, അത് ഖുർആനിൽ പറഞ്ഞിട്ടും, അത് അവരോട് പറഞ്ഞിട്ടും, അത് മുമ്പ് നിഷേധിച്ചവർക്ക് ഇങ്ങനെയൊക്കെ ശിക്ഷ കിട്ടിയെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ നിഷേധിക്കുകയാണ്, നിങ്ങൾ റിജക്ട് ചെയ്യാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ള സൂചനകളൊക്കെ നിങ്ങൾ മാറ്റി എഴുതുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയാണ് ഇവൻ അല്ല, അല്ലെങ്കിൽ ഇത് നമ്മളുടെ ഗ്രന്ഥത്തിൽ തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകനല്ല എന്ന് പറയാണ്. അപ്പൊ അതിനുള്ള അഹങ്കാരം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നിങ്ങൾക്ക് അറിഞ്ഞിട്ടും അല്ലെ? വലഖദ് അലിംതും, രണ്ട് പ്രാവശ്യം സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിശ്ചയമായും അറിയാം ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അവര് നിഷേധിച്ചിട്ടും അവർക്ക് അങ്ങനെയൊന്ന് നിഷേധിച്ചപ്പോൾ അവർക്ക് അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട്. അവരവരുടെ തൗറാത്ത് സ്വീകരിക്കാൻ തയ്യാറല്ലാതായപ്പോ അവരതിനെ വളച്ചൊടിച്ചപ്പോ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന അവര് നൈസായിട്ടില്ലേ, അവര് ബുദ്ധി ഉപയോഗിച്ച്, ട്രിക്ക് ഉപയോഗിച്ച് തിരിച്ചും വളച്ചും ഒക്കെ അത് ചെയ്യാൻ ശ്രമിച്ചപ്പം അവർക്ക് സംഭവിച്ചത് ഇതാണെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾ ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ഒരു ഉദാഹരണം കൊടുത്ത് അവരെ പിടിച്ച് കുലുക്കുകയാണ്. ഇനി അടുത്തത് പറയുന്നത്, അവർ കൊടുത്ത അല്ലെങ്കിൽ അവർ കളിച്ച ആ ഒരു ട്രിക്ക്, അവർ ഉപയോഗിച്ച ആ ഒരു ട്രിക്ക് കാരണം വളരെ സിവിയർ ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അല്ലെ? അവരെന്താ പറയാ, അവർ ഭയങ്കര അതിബുദ്ധി അല്ലെങ്കിൽ കുരുട്ടു ബുദ്ധി ഉപയോഗിച്ച് അവർ ചെയ്തതാണ്. അവര് ഹീല ഹീല എന്ന് പറഞ്ഞാല് മതത്തിന്റെ കാര്യത്തില് ഉപയോഗിക്കുന്ന ട്രിക്കുകള്, സൂത്രങ്ങള്, അതായത് നമുക്ക് ഒന്നിനെ മറ്റൊന്നാക്കാൻ വേണ്ടി അവര് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന സൂത്രങ്ങൾക്കാണ് ഹീല എന്ന് പറയുന്നത്. അള്ളാഹു നിഷേധിച്ച ഒരു കാര്യത്തിന് അത് ശരിയാക്കാൻ വേണ്ടി, അതായത് ബേസിക്കലി ഹറാമിനെ ഹലാലാക്കാനും ഹലാലിനെ ഹറാമാക്കാനും വേണ്ടിയിട്ട് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന സൂത്രങ്ങളാണ് ഹീല എന്ന് പറയുന്നത്. അപ്പം ഇത് അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ്, തീരെ പൊറുപ്പിക്കാത്ത ഒരു കാര്യമാണ് അല്ലെ? അവർക്ക് അള്ളാഹു എന്തെങ്കിലും നിഷേധിച്ച ഒരു കാര്യം അവരത് ഡയറക്റ്റ്ലി ചെയ്യൂല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരത് ചെയ്യാൻ ശ്രമിക്കും. ശരിക്കും സത്യം പറയണെങ്കിൽ അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യാത്ത പോലെ ആക്ട് ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയെ കളിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ ഒരു ഫൂളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ പറയില്ലേ, ആ മോനെ ഞാൻ പാർക്കിൽ കൊണ്ടുപോവാ, ബീച്ചിൽ കൊണ്ടുപോവാ എന്നൊക്കെ പറയും. ചിലപ്പോൾ അവരെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പറ്റിക്കും, ചിലപ്പോൾ കൊണ്ടുപോകില്ല. അതുപോലെ ട്രിക്കുകൾ നമ്മൾ ചെറിയ കുട്ടികളുടെ അടുത്ത് നിസ്സാരമായിട്ട് എടുക്കുന്നത് പോലെയുള്ള ഒരു ട്രിക്ക് അവർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് എടുത്തിട്ട് അള്ളാഹുവിനെ അവർ പറ്റിക്കാൻ നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് നിശ്ചയമായും അള്ളാഹു അനുവദിക്കാത്ത ഒരു കാര്യമാണ്. ഇത് ആക്ച്വലി ഹറാമ് ചെയ്യുന്നതിനേക്കാളും കടുപ്പമാണ്. ഹറാമ് ചെയ്യലെന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ? പക്ഷെ ഹീല എന്ന് പറഞ്ഞത്, അതായത് ഹറാമിനെ ഹലാലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രിക്ക് എന്ന് പറയുന്നത് അതിനേക്കാളും വേഴ്സാണ്. കാരണം അതിനകത്ത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഹറാമ് ചെയ്യുന്നുണ്ട്. രണ്ട്, ചതി ചെയ്യുന്നുണ്ട്. ഹറാമ് ചെയ്യാൻ വേണ്ടിയിട്ട് ചതിയും കൂടെ ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഹറാമിനേക്കാളും അപ്പുറത്തുള്ള ഒരു കാര്യമാണ് എന്ത്, ഹീല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ ഹറാമിനെ ഹലാലാക്കാൻ വേണ്ടി തന്ത്രം പ്രയോഗിക്കല്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് ഹറാമിനേക്കാളും അപ്പുറത്താണ്. ആരാണ് ഈ ചതി ചെയ്യുക? മുനാഫിക്കുകള് അല്ലെ? നമുക്കറിയാം പൊതുവേ ചതി ചെയ്യാന്ന് പറയുന്നത് മുനാഫിക്കുകളാണ്. ഇതിപ്പോ ഹറാമ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഹലാലാക്കാൻ വേണ്ടി കാണിച്ചുകൊണ്ടുള്ള ചതി ചെയ്യുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് അടുത്ത ലെവലായി അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായിട്ട് ഇതിനെ എന്താണ് നിരോധിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു റെഫറൻസ് ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ടൊരു കാര്യം, ഒരു ഹദീസും, ലാ തർതകിബു മാ തർതകബ സോറി ലാ തർതകിബു മർതകബത്തിൽ യഹൂദു ഫസ്തഹില്ലു മഹാരിമല്ലാഹി ബിഅദ്നൽ ഹീൽ. നിങ്ങൾ ജൂതന്മാർ ചെയ്തതുപോലെ ചെയ്യരുത്. അള്ളാഹു സുബ്ഹാനഹു തആല നിരോധിച്ചതിനെ അതിനേക്കാളും
മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ചതിച്ചിട്ട് ആ ഒരു അള്ളാഹുവിന്റെ നിരോധത്തിന് നിങ്ങൾ ലംഘിക്കരുത്. അപ്പൊ ജൂതന്മാരെന്താണോ ചെയ്തത്, അതായത് അള്ളാഹുവിന്റെ ഹറാമിനെ അവർക്ക് ഹലാലാക്കാൻ വേണ്ടി അവര് വളരെ ചീപ്പായിട്ടുള്ള ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് അവര് അത് ഹലാലാക്കി അവർ ചെയ്യാൻ ശ്രമിച്ചു. അതുപോലെയുള്ള ട്രിക്കുകൾ നിങ്ങൾ ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട്, നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ആയിട്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പം പലിശയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, പലിശക്ക് പലിശ എന്നല്ലാത്ത വേറെ പല പേരും കൊടുത്തിട്ട് പലിശയാക്കുന്ന സിസ്റ്റങ്ങളൊക്കെ പല കേസസിലും കാണാം നമുക്ക്. സുബ്ഹാനല്ലാഹ്. ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പം അതിന്റെ ആക്ച്വൽ പ്രൈസ് ചിലപ്പോൾ ഒരു 40,000 50,000 ആയിരിക്കും. പക്ഷെ വേറെ എന്തൊക്കെയോ പേര് പറഞ്ഞ് വേറെ എന്തൊക്കെയോ സ്കീമൊക്കെ പറഞ്ഞിട്ട് 60,000 രൂപ ആൾക്കാരെ കൊണ്ട് പേ ചെയ്യിപ്പിക്കുമ്പം അത് പേര് വേറെന്തോ ആയിരിക്കും, പക്ഷെ 10,000 എന്താണ്, റിബ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ മ്യൂസിക് അല്ലെ, മ്യൂസിക് ഹറാമാന്ന് പറയുമ്പം ഇത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം കൗമിൽ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവെന്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ബീറ്റ് ബോക്സിങ്, കുറെ പുതിയ പേരുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യൂത്തിന് അത് നന്നായിട്ട് അറിയാം. യൂട്യൂബിലൊക്കെ ഒരുപാട്. അതായത് ബീറ്റ് ബോക്സിംഗ് എന്നൊക്കെ പറയുമ്പം അവര് വേറെ വായ കൊണ്ട് മ്യൂസിക് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അത് രണ്ടും ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില്, സുബ്ഹാനല്ലാഹ്, ഇൻ എഫക്ട് രണ്ടിന്റെയും റിസൾട്ട് ഒന്ന് തന്നെയാണ് അല്ലെ, മ്യൂസിക് തന്നെയാണ്. നമ്മൾ മ്യൂസിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ഉദാഹരണം പറഞ്ഞത്, ജസ്റ്റ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രം. വേറെ ചില കാര്യങ്ങൾ നമുക്ക് സക്കാത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും ലൈവായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പൊ ചിലര് പറയും, അധികവും സ്ത്രീകളായിരിക്കും, എനിക്ക് ഇത്ര ഗോൾഡ് ഉണ്ട്, പക്ഷെ അതിൽ ഇത്ര പവൻ എൻ്റെ മൂത്ത മോൾക്കുള്ളതും എത്ര പവൻ രണ്ടാമത്തെ മോൾക്കുള്ളതും അങ്ങനെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുമ്പം ഓരോരുത്തരുടെ എമൗണ്ട് എന്ന് പറയുന്നത് നിസാബ് വരുന്നില്ല. അപ്പോൾ സക്കാത്ത് കൊടുക്കണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഈ മൂത്ത മോൾക്കുള്ളതും രണ്ടാമത്തെ മോൾക്കുള്ളതും എന്ന് പറയുന്നത് ഇപ്പൊ ഉമ്മയുടെ ഓണർഷിപ്പ് തന്നെ ആയിരിക്കും. അപ്പം അവരവിടെ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ അല്ലേ, ഒരു ട്രിക്ക് പോലെ, അത് ഒരു പക്ഷേ അറിയാതെ ആയിരിക്കാം. സുബ്ഹാനല്ലാഹ്. അറിയാതെ ചോദിക്കുന്നതായിരിക്കാം, പറഞ്ഞ് മനസ്സിലാക്കിയാൽ തിരുത്തുന്നതായിരിക്കും. പക്ഷെ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതന്നെ, ഈ കാര്യം തന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഇത്ര വയസ്സുള്ള മോക്ക്, 8 വയസ്സുള്ള മോക്ക്, 12 വയസ്സുള്ള മോക്ക്, 14 വയസ്സുള്ള മോക്ക്, ഇവരൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഈ കുട്ടികളൊക്കെ മൈനർ ആണല്ലോ, അപ്പൊ അവർക്ക് സക്കാത്ത് കൊടുക്കണ്ടല്ലോ. ഈ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നേ ഉള്ളൂ, അവരുടെ പേരിലോ അവർക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പോഴും ആരുടെ ഓണർഷിപ്പില്ല? ഉമ്മയുടെ വാപ്പയുടെ ഓണർഷിപ്പില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിനെ അല്ലെ, അതിനെ നൈസായിട്ട് വളച്ചൊടിക്കാൻ വേണ്ടി വളരെ ബുദ്ധിപൂർവ്വം ആളുകൾ പലതും ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം പല സ്ഥലങ്ങളിൽ നടക്കുന്ന വേറൊരു കാര്യമാണ്, ഇപ്പം മാതാവോ പിതാവോ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്ത്, സുബ്ഹാനല്ലാഹ്, അതിന് കുറെ നിയമങ്ങളുണ്ട് അല്ലെ ഇസ്ലാമില്. ആ ഒരു സഭ പിരിഞ്ഞതിന് ശേഷം ആ സ്വത്ത് മക്കൾക്ക് ഓരോരുത്തർക്കും ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പോലെ അതിനെ ഡിവൈഡ് ചെയ്യാന്നുള്ളതും, അത് പിന്നെ ഓരോ ഷെയർ ഓരോരുത്തർക്ക് അവകാശപ്പെട്ടതായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരാൾക്ക് അവകാശപ്പെട്ടത് വേറൊരാൾ യൂസ് ചെയ്യുമ്പോൾ അത് ഹറാമായി മാറുകയാണ്. പക്ഷെ ഇവിടെ ഇതിനെ ഹലാലാക്കാൻ വേണ്ടിയിട്ട് വളരെ വൈസായിട്ടുള്ള ഓരോ റീസൺസ് കൊണ്ടുവരും ആളുകൾ. എന്നിട്ട് അങ്ങനെ ആക്കുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ അല്ലെ, ഇങ്ങനെ ആക്കുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ചിലർ ഒരു പക്ഷെ അത് അറിയാഞ്ഞിട്ടായിരിക്കാം ഹറാമാണെന്ന്, അത് വേറെ കേസ്. പക്ഷെ അറിഞ്ഞിട്ടും ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹറാമുകളെ ഹലാലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹലാലുകളെ ഹറാമാക്കാൻ വേണ്ടിയിട്ട് ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആരിലാ പെടുന്നതെന്ന് നമ്മൾ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ഹൃദയത്തിൽ അത്തരത്തിലുള്ള രോഗങ്ങൾ പെടുന്നതിനെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാട്ടെ. ഇവിടെ ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, അറിയാതെ ചെയ്യുന്നത് അത് വേറെ. പക്ഷെ മനസ്സില് ഒരു നിയ്യത്ത് അല്ലെ, ട്രിക്ക് ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അതിനെ ഇങ്ങനെ പറഞ്ഞു പിടിപ്പിച്ചാൽ മതിയല്ലോ അല്ലെ, അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ എന്നുള്ള രീതിയിൽ നിയ്യത്ത് മനസ്സിലൊന്നും പുറത്ത് കാണിക്കുന്നത് വേറൊന്നും. കാരണം ഇവിടെ ബനി ഇസ്രായേലും ചെയ്തത് അത് തന്നെയാണ്. അവര് പുറത്ത് ചെയ്തതിന് ശരിക്കും ഒരു കുറ്റമൊന്നും പറയാൻ പറ്റൂല അല്ലെ, അവര് ശനിയാഴ്ച പോയിട്ട് മീൻ പിടിക്കുന്നൊന്നുമില്ല. പക്ഷെ അവരുടെ നിയ്യത്ത് എന്താണ്? ശനിയാഴ്ചത്തെ ലാഭവും ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുക. അള്ളാഹുവിന്റെ ഹറാമിനെ ഹലാലാക്കാൻ വേണ്ടി ശ്രമിക്കാൻ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഇനി അഥവാ നമ്മൾ അറിയാഞ്ഞിട്ടാണെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ശരിയായ ഫിഖ് നമ്മുടെ ദീനിനെ കുറിച്ച് തരുകയും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാറ്റം വരുത്താനുള്ള ഒരു തൗഫീഖും റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ.
അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള ട്രിക്കുകൾ, അള്ളാഹുവിന്റെ ദീനിൽ കളിക്കുന്ന പ്ലേ ചെയ്യുന്ന ട്രിക്കുകൾ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. നമ്മളുടെ ദീൻ എന്ന് പറയുന്നത് സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും ദീനാണ്. സുബ്ഹാനല്ലാഹ്. ഹൃദയമില്ലാത്ത ഒരു കാര്യം നമ്മളുടെ ദീനിൽ ഇല്ല അല്ലെ. നമ്മൾ പ്രവൃത്തികൾ കൊണ്ടും നാവുകൾ കൊണ്ടും മാത്രം എന്തെങ്കിലും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അത് നമ്മളുടെ ആ ഒരു സംഭവത്തിനെ പുറത്തു കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരു പ്രയാസവും ഇല്ല. നമ്മളുടെ ഹൃദയത്തിന് ഉള്ളിലുള്ളതിനനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കത് കൂടുതൽ കൂടുതൽ തരുന്നത്. അള്ളാഹുവിനോട് നമ്മളെ അടുപ്പിക്കുന്നത്, നമുക്ക് മനസ്സിൽ സമാധാനം തരുന്നത്, നമുക്ക് കൂടുതൽ ഇൽമ തരുന്നത്, കൂടുതൽ അമല് ചെയ്യാനുള്ള തൗഫീഖ് തരുന്നത്. എത്രത്തോളം നമ്മൾ നമ്മളുടെ ഹൃദയങ്ങളെ ഇഖ്ലാസ് ഉള്ളതാക്കി വെക്കുന്നോ, എത്രത്തോളം നമ്മുടെ നിയ്യത്തുകൾ സത്യസന്ധമാക്കി വെക്കുന്നോ അത്രത്തോളം നമുക്ക് നല്ലത് അല്ലെ. നമ്മൾ ഉള്ളിലൊന്ന് വിചാരിച്ച് പുറത്തൊന്ന് ചെയ്തിട്ടൊന്നും ഇതാരെയാ പറ്റിക്കുന്ന? റബ്ബ് സുബ്ഹാനഹു തആലാനെ അല്ലെ. നമ്മളുടെ ഹൃദയങ്ങൾ നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കാത്തത് പോലും കേൾക്കുന്ന റബ്ബിനെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരാള് ആത്മാർത്ഥവും സത്യസന്ധവും ആണെങ്കിൽ റബ്ബിന് അത് മനസ്സിലാവും. അതല്ല ട്രിക്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും റബ്ബിന് മനസ്സിലാവും. പിന്നെ ആരെയാണ് നമ്മൾ പറ്റിക്കാൻ പോണതെന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. അങ്ങനെ ആത്മാർത്ഥവും സത്യസന്ധവും ആയിട്ടുള്ള ഒരാള് എപ്പോഴും അവന്റെ രീതികൾ സിമ്പിളാക്കി വെക്കാൻ നോക്കും. ചിലപ്പോ ചില ഹറാമുകൾ അവന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ചിലപ്പം പ്രയാസമുണ്ടാവും. ആ മനസ്സിലാക്കാനുള്ള പ്രയാസവും റബ്ബിന് മനസ്സിലാവും. ഇനി മനസ്സിലാക്കിയിട്ട് അവന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അവൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതിലേക്ക് എത്തുന്നില്ല. ചിലപ്പോൾ പുറത്തെ ആൾക്കാരുടെ കണ്ണിൽ ഇവനെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നിയേക്കാം. പക്ഷെ റബ്ബിനറിയാം ഇവന്റെ ഹൃദയം കൊണ്ട് ഇവൻ ഇത് ആഗ്രഹിക്കുന്നുണ്ട്, ഇവൻ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഇവൻ എൻ്റെ അടുത്ത് ദുആ ചെയ്യുന്നുണ്ടെന്നല്ലേ. അപ്പം എപ്പോഴും നമ്മൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് ആദ്യം എടുക്കുക കാര്യങ്ങൾ, ഹൃദയത്തിനോട് കൊടുക്കുക, ഹൃദയത്തിനോട് ചെയ്യാൻ പറയാ. പ്രവൃത്തികളിലേക്ക് എത്തിക്കുന്നതിന് റബ്ബിന്റെ സഹായം ഉണ്ടാവും. നമ്മൾ നമ്മുടെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞ് ദുആ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും റബ്ബ് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും. അടുത്ത കാര്യം ബനി ഇസ്രായേലിന്റെ എന്താ പറയാ അത്യാഗ്രഹം, ദുനിയാവിനോടുള്ള ആഗ്രഹം അല്ലെ. ദുനിയാവിൽ നിന്ന് ഉണ്ടാക്കാനുള്ള, ദുനിയാവിൽ സമ്പാദിക്കാനുള്ള ആഗ്രഹം. അത് കാരണം അവർക്ക് ഒരു കുറച്ച് സമയം അള്ളാഹു സുബ്ഹാനഹു തആല ആഴ്ചയിൽ 7 ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി മാറ്റി വെക്കാൻ പറഞ്ഞപ്പം അവർ തയ്യാറില്ല. അവർക്ക് പൈസ ഉണ്ടാക്കണം അല്ലെ, ദുനിയാവിൽ ജീവിച്ചു തീർക്കണം. അപ്പൊ നമ്മൾ തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, ഇഷ്കാത്താണെങ്കിലും ഇഷ്കാത്തിൽ ഒരു കാലങ്ങളായിട്ട് 2:30 മണിന്റെ ക്ലാസ്സുകൾ, ഇപ്പം നൂറസോദരി ആണെങ്കിലും അല്ലെ തഫ്സീറും, സത്യം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരുടെയും ജീവിതം തന്നെ ആഴ്ചയിൽ ഇതിന്റെ പിന്നാലെ കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളെ ഷെഡ്യൂളുകളൊക്കെ ഇതിന്റെ പിന്നാലെയാണ് അല്ലെ. പലരും ചിലപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിലുള്ള പലരും ചോദിക്കുന്നുണ്ടോ ഇത്രയും സമയമോ, ഇതെന്തിനാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഓവറാണ്, എങ്ങനെയാണ് ഇത് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ അല്ലെ. ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുമോ, ബാക്കിയൊന്നും ചെയ്യണ്ടേ? പരാതികൾ വരുന്നവരുണ്ടാവും, അത്ഭുതത്തോടെ ചോദിക്കുന്നവരുണ്ടാവും, കുറ്റപ്പെടുത്തുന്നതുണ്ടാവും അല്ലെ. പക്ഷെ അൽഹംദുലില്ലാ നമ്മളെ മനസ്സ് അതിനു വേണ്ടി, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ കലാം മനസ്സിലാക്കാൻ വേണ്ടി, ആ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ മനസ്സ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും, നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ കൂടെ തന്നെ ഈസി ആയിട്ട് പോവുകയും ചെയ്യും, നടക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അത്യാഗ്രഹം നമുക്ക് വേണ്ട. അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്ത അത്രയും ദുനിയാവിന് വേണ്ടി ഓടുന്നത് ശരിക്കും വിഡ്ഢിത്താണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആഴ്ചയിലെ 7x24 എത്ര മണിക്കൂറുണ്ടെന്ന് നമ്മൾ നോക്കാം. അതിൽ എത്ര മണിക്കൂർ നമ്മൾ ദുനിയാവിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു നോക്കാം. അതിൽ കുറച്ച് മണിക്കൂറുകൾ അല്ലേ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇല്ലേ? അള്ളാഹുവിന് അതിനുള്ള അവകാശം ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ? സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. പിന്നെ അടുത്ത കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാർക്ക് ശിക്ഷ കൊടുക്കുന്നത് അവർ ചെയ്യുന്ന കുറ്റത്തിന് അനുയോജ്യമായ രീതിയിലാണ്. അവരെന്ത് തെറ്റാണോ ചെയ്തത് അതിന് അനുയോജ്യമായ രീതിയിലാണ്. ഇവിടെ ബനി ഇസ്രായേല് അവർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിനെ ഒരു സൂത്രപ്പണി ഉപയോഗിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെ. അവര് മീൻ പിടിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ അവസ്ഥയിൽ അവർ ചെയ്തു കഴിഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ, നിങ്ങൾ മനുഷ്യന്മാരാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല, ആ ഒരു അവസ്ഥയിലുള്ള ശിക്ഷ ഖിറദതൻ ഖാസിഈൻ ആക്കി മാറ്റിയില്ലേ. അവരുടെ ഉള്ളില് മനുഷ്യന്മാരുണ്ടായിരുന്നു, ശരീരം കുരങ്ങനതുപോലെ ആയി. സുബ്ഹാനല്ലാഹ്, അവര് മനുഷ്യന്മാരെ പോലെ തന്നെയാണ് ഹൃദയം കൊണ്ട് അല്ലെ. അപ്പം അവർ അള്ളാഹുവിന്റെ ദീനിനെ കൊണ്ട് കളിച്ചപ്പം അള്ളാഹു അവരെ കൊണ്ടും കളിച്ചോ. അവരുടെ ശിക്ഷ അവരുടെ തെറ്റുകൾ പോലെ തന്നെ അതിന് കണക്കായിട്ടുള്ളതായിരുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ പഠിച്ച കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ശിക്ഷ ഒരു കൂട്ടർക്ക് കൊടുക്കുമ്പോൾ അതിന് 2 പേർപ്പസ് ആണ് അല്ലെ.
ഒന്ന് ആ തെറ്റ് ചെയ്യുന്ന ആള് ആ തെറ്റ് നിർത്താൻ വേണ്ടിയിട്ട്, 2 മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാക്കാൻ വേണ്ടിയിട്ട്. നക്കാൽ, മാതൃകയായിട്ടുള്ള ശിക്ഷ. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ പഠിച്ചു മൗഇദ അല്ലെ. മൗഇദ എന്താന്ന് നമ്മൾ മനസ്സിലാക്കി, ആ ഒരു വാക്ക് എന്താന്ന് മനസ്സിലാക്കി. മൗഇദ എന്ന് പറയുന്നത് ഹൃദയത്തിന് സോഫൻ ചെയ്യുന്ന, ഹൃദയം സോഫ്റ്റ് ആക്കാന്ന് പറഞ്ഞാൽ ഹൃദയം ചേഞ്ച് ആവുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ചപ്പാത്തിന്റെ മാവ് കുഴച്ചത് ഓർത്താൽ മതി അല്ലെ. അതിനെ നമ്മൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഊന്നി ഊന്നി കുഴയ്ക്കുമ്പോഴും അതിങ്ങനെ അമരുന്നുണ്ട് അല്ലെ. അത് ചേഞ്ച് ചെയ്യാൻ റെഡിയാണ്. അപ്പം അത്തരത്തില് ഹൃദയത്തിന് സോഫ്റ്റ് ആക്കുന്ന ഒരു ഉപദേശമാണ് മൗഇദ എന്ന് പറയുന്നത്. അതില് 2ഉം വേണം. ഒരേ സമയം നമുക്ക് ഭയവും വേണം, അതേസമയം നമുക്ക് പ്രതീക്ഷയും വേണം. ആ പ്രതീക്ഷ നമുക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട്, അത് റോബ് എന്നുള്ള വാക്കിൻ്റെത് നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നു അതിലേക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അതേസമയം ഇപ്പുറത്ത് ഭയമുണ്ട്. അപ്പം ഒന്ന് മാത്രമാക്കിയിട്ടില്ലേ, നീ ചെയ്യുന്നത് ശരിയല്ല, നീ നരകത്തിൽ പോകും, പഠിച്ചോൻ തീയിലിട്ട് വറക്കുന്നു പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ വരൂല. മറ്റേത് നമ്മളെ ദീൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അള്ളാഹു ഭയങ്കര എന്താണ് ഫൊഗിവിങ് ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ അത് എൻജോയ് ചെയ്യും, മാറൂല. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു കോമ്പിനേഷൻ വേണം. അപ്പോഴാണ് അത് ഇതാവുന്നത്, അപ്പോഴാണ് ഹൃദയത്തിന് ചേഞ്ച് വരുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ഇതാന്ന് പറയുന്നത് ചേഞ്ച് വരുത്തുന്നത് ആർക്കാണ്? തഖ്വയുള്ളവർക്ക് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരാൾക്ക് എത്രത്തോളം തഖ്വയുണ്ടോ അത്രത്തോളം ആയിരിക്കും അവനൊരു ഉപദേശം കേൾക്കുമ്പോൾ അവന്റെ ആക്ഷൻസിൽ ചേഞ്ച് വരുത്തുക, അത്രത്തോളം ആയിരിക്കും അവന്റെ ഹൃദയത്തിന് മാറ്റങ്ങൾ വരുത്തുക, അവന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുക. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾക്കൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഒരു പോയിന്റ് നമ്മൾ കണ്ടു. ബനി ഇസ്രായേല് എത്രത്തോളം അവരുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടും അല്ലെ, ഇത്രയും അള്ളാഹു കൽപ്പിച്ചിട്ടും ഒക്കെ അവര് ഭയങ്കര ഉഴപ്പായിരുന്നു. അവരതിനൊക്കെ സീരിയസ് ആക്കി എടുക്കാണ്ട് തള്ളിക്കളഞ്ഞ് അങ്ങനെ പോവാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്ട്രിക്റ്റ് ആക്കിയിട്ട് എല്ലാം നിർത്തിക്കോ, ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഇബാദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അള്ളാഹു അവർക്കൊരു നിയമം, ഒരു റൂള് കൊടുക്കുകയാണ് അല്ലെ. നമുക്കൊക്കെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ടോന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ചിലപ്പോഴൊക്കെ അല്ലെ ഇബാദത്തിലൊക്കെ ഒന്ന് വേവർ ചെയ്തിട്ട് ഒരു എന്താ പറയാ ലേസി ആവുന്ന, അല്ലെങ്കിൽ ഈമാൻ കുറഞ്ഞ്, പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ആഗ്രഹം ഉണ്ടാവും അല്ലെ, നമുക്ക് തിരിച്ചു വരണം, ശരിയാകണം അല്ലെ. അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോഴെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ വല്ലാതെ പിടിച്ചു വിലക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് വരാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പൊട്ടിച്ച് കരഞ്ഞ് അള്ളാഹുവിന് മുമ്പിൽ ബ്രേക്ക് ഡൗൺ ആവാതെ, അത്രയും എന്താണ് ഫോക്കസ് ചെയ്ത് ഖുശൂവോട് കൂടി നമസ്കരിക്കാതെ വേറെ രക്ഷയില്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ ഉഴപ്പുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന അവസരങ്ങളാണ് അതൊക്കെ. ഇങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതായത് അതായത് ഒരുപാട് തഖ്വയുള്ള ആളുകള്, പ്രവാചകന്മാര്, സ്വഹാബാക്കള്, അവരാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ച ആൾക്കാർ അവരാണ്. എപ്പോഴും പരീക്ഷണങ്ങളാണ് അവരുടെ ജീവിതത്തിൽ, ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട്. അവർക്ക് എപ്പോഴെങ്കിലും അവരുടെ ഇബാദത്തിൽ ഇതുപോലെ ലേസി ആവാനോ ഉഴപ്പാനോ ഒക്കെയുള്ള സമയം കിട്ടിയിട്ടുണ്ടോ? എല്ലാ സമയവും അവര് ആവശ്യക്കാരായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഇബാദത്തുകളുടെ പുറത്തുള്ള സമയം ഭയങ്കര പ്രയാസമായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഇബാദത്തിലേക്ക്, നമസ്കാരത്തിലേക്ക്, ദുആയിലേക്ക് ഓടി അടുത്തിട്ട് അവിടുന്ന് സമാധാനം കിട്ടിയാൽ മതി. കാരണം അത്രയ്ക്ക് പരീക്ഷണങ്ങളാണ് അല്ലെ. അതുകൊണ്ട് അവർക്ക് എപ്പോഴും എന്താണ് അവരുടെ ഖുർറത്ത് ഐൻ, അവർ ഓടി എത്താൻ വേണ്ടി ശ്രമിക്കുന്ന സ്ഥലം, അവരുടെ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് നമസ്കാരമായിരുന്നു. നമ്മൾ ആ പൊസിഷനിലേക്ക് എത്തിയിട്ടില്ല അല്ലെ. നമുക്കിപ്പോഴും നമസ്കാരത്തിന്റെ പുറത്ത് ഒരുപാട് റിലാക്സേഷൻ ഉണ്ട്, ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഇബാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അതിലേക്ക് ഓടിയെത്തി അത് ഖുർറത്ത് ഐനായിട്ട് നമുക്ക് മാറാത്തത്. അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മളുടെ ഈ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം റബ്ബിന്റെ അടുത്തുണ്ട്. റബ്ബിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഉണ്ടാവുമെന്ന് മനസ്സിലാവാതെ നമ്മൾ ഏതോ ഒരു പ്രോബ്ലത്തിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് പുറത്ത് ഇബാദത്തിന്റെ പുറത്തുള്ള ജീവിതത്തിൽ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇബാദത്തിന് അത്ര ഒരു സ്വീറ്റ്നെസ് തോന്നാറില്ല. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. പക്ഷെ അവർക്ക് അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് പരീക്ഷണത്തിന്റെ മേലെ കാരണം അവർ ഓരോ പരീക്ഷണങ്ങളും ജയിച്ച് മുന്നോട്ട് പോയവരാണ്. അവർ ഒന്നിൽ സ്റ്റക്കായിട്ട് നിന്നിട്ട് കരഞ്ഞു നിന്നവരല്ല അല്ലെ.
അവരോരോ പരീക്ഷണങ്ങളും ജയിച്ച് പോകുമ്പോൾ അവർക്ക് അടുത്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇബാദത്തിന്റെ പുറത്തുള്ള ജീവിതത്തിനേക്കാളും ഇഷ്ടം അവർക്ക് എത്രയും പെട്ടെന്ന് ഇബാദത്തിലേക്ക്, നമസ്കാരങ്ങളിലേക്ക് ഓടി അടുക്കാനായിരുന്നു. എന്താ ഇത് കാണിക്കുന്നത്? നമുക്കിനി ഒരുപാട് ദൂരം പോവാനുണ്ടല്ലേ? അവരെ പോലെ നമസ്കാരം ഖുർറത്ത് ഐനാവാൻ, അവരെ പോലെ നമസ്കാരത്തിലേക്ക് ഓടി അടുക്കാൻ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ ജയിച്ച് ഇനി മുന്നോട്ട് പോയേ മതിയാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തില് അള്ളാഹുവിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന, അള്ളാഹുവിന്റെ ഇബാദത്തുകളിൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടുന്ന, നമ്മളെ മതി മറന്നു പോകുന്ന, അല്ലെങ്കിൽ അടുത്ത ഇബാദത്തുകളിലേക്ക് ഓടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.